നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റ് കുറച്ച് ഡിഫറൻ്റ് ആയ രീതിയിലാണ് ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് മുട്ട റോസ്റ്റെന്നും മുട്ട പെരട്ടെന്നും ഒക്കെ പറയാം. പിന്നെ ഇത് സവാളയൊന്നും ഒരുപാട് നേരം വഴറ്റി മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 മുട്ട പുഴുങ്ങിയതിന് ശേഷം തോടൊക്കെ കളഞ്ഞ് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക. ഞാനിവിടെ 6 എടുത്ത് വെച്ചിട്ടുള്ളൂ. 3 ആളേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്തുള്ളൂ. ഇനി ഈ മുട്ടകളെല്ലാം ഒന്ന് നമുക്ക് 2 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നടുവൊന്ന് പിളർന്ന് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മുട്ടകളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ മുട്ടകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചെറിയ സവാള കൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. വലുതൊക്കെ ആണെങ്കിൽ ഒരു 2 സവാളയൊക്കെ മതിയാവും. പിന്നെ മീഡിയം സൈസിലുള്ള 2 തക്കാളി കഴുകിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി അല്ലി, ഒരു 6-7 വെളുത്തുള്ളി അല്ലിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല വലിയ വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 കഷ്ണം ഇഞ്ചിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നാടൻ ഇഞ്ചിയാണ്. ഇഞ്ചിക്ക് നല്ല മണമുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. മുളക് വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഈ വറ്റൽമുളകിന് അധികം എരിവൊന്നുമില്ല. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ എരിവാണ് നമ്മുടെ ഈ മുട്ട റോസ്റ്റിലേക്ക് കൂടുതൽ വേണ്ടത്. ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ ജീരകം, സാദാ ജീരകവും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലി, ഫ്രഷ് ആയിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ, മല്ലിപ്പൊടിയല്ല സീഡ് ഉണ്ടല്ലോ, ആ മല്ലി ഉണ്ടെങ്കിൽ അതൊരു 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള മല്ലി ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. മസാലയുടെയൊക്കെ ഒന്ന് മൂത്ത സ്മെല്ല് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ആ ജീരകമൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം മല്ലിപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വറുത്തെടുത്താൽ മതി. അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ നല്ലോണം നേരത്തെ തന്നെ താത്തി വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പം മല്ലിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയൊക്കെ കരിഞ്ഞു പോവുകയുള്ളൂ. ഇനി നമുക്ക് ആ സെയിം പാൻ തന്നെ മതി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കഷ്ടി ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇട്ടിട്ടുള്ളത്. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം ആ പാൻ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചിട്ടോ, ആ പാനിലെ എല്ലാ ഭാഗത്തും എണ്ണ ആക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ, അത് അതേപോലെ ഒന്ന് കവുത്തിയിട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ പാനിൻ്റെ ഒരു സൈഡിലേക്ക് എണ്ണ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് കവുത്തിയിട്ട് എല്ലാ മുട്ടകളും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ച എല്ലാ മുട്ടകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാനിൽ കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മുട്ടയും കൂടി ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് ഫ്രൈ ആക്കേണ്ടെന്ന് ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതി. ഇപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ അങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഞാൻ മുട്ടയുടെ മഞ്ഞക്കരൊന്നും പോവാതെ മഞ്ഞക്കരൊന്നും പോവില്ല. ഇതുപോലെ നേരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഇനി ആ മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ അവിടെ വറുത്ത് വെച്ച മസാല ഉണ്ടല്ലോ, ആ മസാല എല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ആദ്യം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പം ഞാനിതാ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇപ്പം നമ്മളുടെ മുട്ടയുടെ മറ്റേ സൈഡും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ടാവും. ഇതുപോലെ അങ്ങോട്ട് ഫ്രൈ ആയാൽ മതി. ഇനി നമുക്കിതൊന്ന് ഈ മുട്ടകളെല്ലാം ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇപ്പം എല്ലാ മുട്ടകളും കോരി മാറ്റിയിട്ടുണ്ട്.
ഇനി നമുക്ക് ആ സെയിം പാനിനെ മതി, കഴുകേണ്ട ഒന്നും ആവശ്യമില്ല, വേറെ പാനിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതൊന്ന് ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നൈസായിട്ട് പൊടി പൊടിയായിട്ടൊന്നല്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, എന്നാലും കുറച്ച് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അവിടെ എടുത്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, അതും ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഒരു പിടി കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വരണ്ടേ, അപ്പോൾ ഒരുപാട് നേരിട്ട് വഴറ്റേണ്ടേ വരുള്ളൂ. അപ്പോൾ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടാവും. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. പക്ഷേ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ പാനിൽ നല്ലോണം വെള്ളമുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേരും ചെയ്യും. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കറിയിലേക്ക് നമ്മുടെ റോസ്റ്റിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ നമ്മൾ അരച്ചു വെച്ച മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അധികമൊന്നും വേണ്ട, ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മസാല വേവാനുള്ള വെള്ളമില്ല, അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നേരെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ മസാലയിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയാൽ മതി. ഇനി ആ മസാല പാനിൽ നേരെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അവിടെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടല്ലേ, മുട്ടകളെല്ലാം ഓരോരോ പീസായിട്ട് നേരെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ എല്ലാ മുട്ടകളും നിരത്തിയിട്ടില്ലേ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല ഇതിലേക്ക് പൊതിഞ്ഞു കൊടുക്കുക. മുട്ടയുടെ മഞ്ഞ പുറത്തേക്ക് പോവാതെ മെല്ലെ മസാല ഇതിൻ്റെ എല്ലാ മുട്ടയുടെയും മുകളിലേക്ക് മസാല ഇതുപോലൊന്ന് പൊതിഞ്ഞു വെച്ച് കൊടുക്കുക. ഇപ്പം എല്ലാ മുട്ടയുടെ മുകളിലും നേരെ മസാല ആയിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ആ മുട്ട ഒന്ന് ചൂടാവുന്നത് വരെ കുറച്ച് നേരം, ഒരു 30 സെക്കൻഡ് നേരമൊക്കെ ഒന്ന് അടച്ചു വയ്ക്കുക. ഇപ്പം മുട്ടയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നെയ്യ് ഇടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. പിന്നെ കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ മുട്ട റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു അടിപൊളി മുട്ട റോസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.